ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബാലന്റെ മുന്നിൽ നിന്നും ആകാശിനെ രക്ഷപ്പെടുത്താൻ വേണ്ടി ചാരു പറഞ്ഞ കള്ളം ഇതെല്ലാം ബാലന്റെ മുന്നിൽ പൊളിഞ്ഞു വീഴുകയാണ്. അങ്ങനെ ബാലൻ പറയാണ്, ഭാര്യയും ഭർത്താവുമായി തല്ലൊക്കെ ഉണ്ടാവും, അതൊന്നും ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ അത് 4 ചുമരുകൾക്കുള്ളിൽ ഒതുങ്ങണം, അല്ലാതെ വീട്ടിലുള്ളവരെ ഒന്നും അറിയിക്കരുത്. എന്തായാലും ആകാശ്, നിന്നെ കുറിച്ചുള്ള എൻ്റെ എല്ലാ മതിപ്പും ഇല്ലാതായി, അത് നീ തന്നെയാണ് തകർത്തത് എന്നൊക്കെ പറഞ്ഞ് വിഷമത്തോടു കൂടിയിട്ടാണ് ബാലൻ ഗോവിന്ദനെയും കൂട്ടി പോകുന്നത്. അപ്പോൾ ബാലൻ ഗോവിന്ദനെയും കൂട്ടി നേരെ തോട്ടത്തിലേക്കാണ് പോകുന്നത്. അപ്പോഴാണ് അവിടെ കുറച്ച് ആളുകൾ നിൽക്കുന്നത് കാണുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ആരാണ് എൻ്റെ തോട്ടത്തിൽ കയറാൻ, നിങ്ങൾ ആരാണെന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾ സ്ഥലം വിൽക്കുന്ന ബ്രോക്കർമാരാണ്, ഞങ്ങളെ ഇവിടേക്ക് പറഞ്ഞയച്ചത് അരവിന്ദനാണ് എന്ന് പറഞ്ഞതോടുകൂടി ബാലൻ അങ്ങ് ദേഷ്യം പിടിക്കുക. അരവിന്ദനോ? എന്തിനാണ്? ഈ തോട്ടം വിൽക്കാൻ വേണ്ടി, അതിനു വേണ്ടി ഞങ്ങളെ ഇവിടേക്ക് വിട്ടതാണ്. ഈ തോട്ടം വിൽക്കാനോ? ഇത് എൻ്റെ തോട്ടമാണ്, ഏത് അരവിന്ദൻ പറഞ്ഞയച്ചാലും ശരി, ഇനി ഈ ഭാഗത്തേക്ക് കാലെടുത്ത് കുത്തിയാൽ പിന്നെ നിങ്ങൾ തിരിച്ച് ജീവനോടെ നല്ലതുപോലെ തിരിച്ചു പോവില്ല എന്ന് പറഞ്ഞ് ബാലൻ ഇവരെ അടിച്ചോടിക്കുക, ആളെ വിളിക്കുക എന്ന് പറയുമ്പോൾ, അയ്യോ ബാലന്മാഷേ, ഞങ്ങളെ ഒന്നും ചെയ്യല്ലേ, ഞങ്ങൾ ഒരു ബ്രോക്കർമാരാണ്, സ്ഥലം വിൽക്കാനുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ഇവിടേക്ക് വന്നതാണ്, ഇനി ഈ ഭാഗത്തേക്ക് വരിക പോലുമില്ല എന്നും പറഞ്ഞ് അവരവിടെ നിന്ന് തന്നെ പോവുകയാണ്. അരവിന്ദൻ ആരും അറിയാതെ ആ സ്ഥലം വിൽക്കാനുള്ള പരിപാടി കണ്ടതോടുകൂടി ബാലന് പിന്നെ വീണ്ടും ദേഷ്യം വരട്ടെ. അങ്ങനെ ബാലൻ വക്കീലിനെ വിളിച്ച് വീട്ടിലേക്ക് വരാൻ വേണ്ടി പറയണേ. അങ്ങനെ വക്കീല് വീട്ടിലെത്തുകയാണ്. അപ്പോൾ ബാലമാഷില്ലേ എന്ന് ചോദിക്കുമ്പോൾ, ആ അച്ഛൻ പുറത്തു പോയതാണ്, ഇപ്പോൾ വരും എന്ന് പറഞ്ഞ് അയാളെ അവിടെ ഇരുത്തുകയാണ്. അപ്പോൾ ഹേമയും അശ്വതിയും രമേശിനൊക്കെ പുറത്തേക്ക് വരാട്ടോ. എന്നിട്ട് ചാരുവിനെയൊക്കെ കണ്ട് സംസാരിക്കുകയാണ്. ചാരു ബാലന്റെ ഫോണിലേക്ക് വിളിച്ച് വക്കീൽ വന്ന കാര്യമൊക്കെ വിളിച്ച് പറയാണ്. അപ്പോഴത്തേക്കും ബാലനും ഗോവിന്ദനും കൂടി അവിടേക്ക് എത്താട്ടോ. അപ്പോൾ വക്കീൽ ചോദിക്കുകയാണ്, അല്ല എന്നോട് എന്താ പെട്ടെന്ന് വരാൻ പറഞ്ഞത് എന്താ എന്ന് ചോദിക്കുമ്പോൾ, വക്കീലെ, എനിക്കൊരു കാര്യം പറയാനാണ്, എൻ്റെ സ്ഥലമെല്ലാം തന്നെ ഞാൻ മക്കൾക്ക് വേണ്ടി വീതിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷേ ഞാൻ വിചാരിച്ചതുപോലെയല്ല കാര്യങ്ങളൊന്നും സംഭവിച്ചത്. അരവിന്ദന് കൊടുത്ത ഭാഗം അവൻ എന്നെയും പറ്റിച്ചുകൊണ്ട് സ്ഥലം വിൽക്കാനുള്ള പരിപാടിയാണ്, അതുകൊണ്ട് എൻ്റെ അനുവാദമില്ലാതെ ഇനി ആർക്കു തന്നെയും ഈ സ്ഥലം വിൽക്കാൻ കഴിയരുത്, അതിനുള്ള സ്റ്റേ വാങ്ങിക്കണം, കോടതിയിൽ നിന്നും സ്റ്റേ വാങ്ങിക്കണം എന്ന് പറയുമ്പോൾ ഹേമക്കങ്ങ് ദേഷ്യം പിടിക്കുകയാണ്. അപ്പോൾ ഹേമ പറയാണ്, അല്ല നിങ്ങൾ എന്തിനാണാവോ ഇപ്പോൾ, എൻ്റെ മകൻ നിങ്ങൾ കൊടുത്ത സ്ഥലമല്ലേ, അവൻ ആ സ്ഥലം എന്ത് വേണമെങ്കിലും ചെയ്തൂടെ, അതിനെന്തിനാ നിങ്ങൾ തടസ്സം നിൽക്കുന്നത്, അത് അവൻ അവകാശപ്പെട്ട സ്ഥലമല്ലേ എന്ന് പറയുമ്പോൾ, നീ ഇതിൽ വെറുതെ തലയിടാനൊന്നും നിൽക്കണ്ട, അവന് എങ്ങനെയാണാവോ അവകാശം കിട്ടിയത്, ഞാൻ കൊടുത്തിട്ടല്ലേ അവൻ ആ സ്ഥലം കിട്ടിയത്, പിന്നെ എന്ത് അധികാരത്തിലാണ് അവൻ്റെ അവകാശത്തെക്കുറിച്ചൊക്കെ പറയുന്നത്, അവൻ എൻ്റെ സ്വത്തിനോടും മുതലിനോടുമൊക്കെ അവന് നല്ല ആഗ്രഹമുണ്ട്, അധികാരവുമുണ്ട്, പക്ഷേ ഞാൻ പറയുന്നത് പോലെ ജീവിക്കാൻ കഴിയാതെ ഏതോ തന്നിഷ്ടത്തിന് ജീവിക്കുന്ന അവന് ഞാൻ എന്തിനു സ്വത്ത് കൊടുക്കണം, അതുകൊണ്ട് അവൻ ഒരിക്കലും ആ സ്ഥലമൊന്നും കിട്ടരുത്, അവനത് വിൽക്കാൻ കഴിയുകയും ചെയ്യരുത്, അവൻ ഇവിടെ നിന്നും കടന്നു കളഞ്ഞു പോകുന്ന സമയത്തെ അവൻ എല്ലാം എടുത്തോണ്ടാണ് പോയത്, അവൻ അങ്ങനെ അങ്ങ് പോയി കഴിഞ്ഞാലേ പിന്നെ എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്നാണ് അവൻ കരുതിയത്, എങ്കിൽ അവന് തെറ്റി, ഇനി ബാലന്മാഷ് ആരാണെന്നുള്ളത് അവന് ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട് എന്നൊക്കെ പറയട്ടെ. അങ്ങനെ ഹേമ പ്രശ്നമുണ്ടാക്കാൻ ഒരുങ്ങുമ്പോൾ ബാലനും നല്ല ദേഷ്യം പിടിക്കാൻ കേട്ടോ. അപ്പോൾ വേണ്ട ഗോവിന്ദ, ഇപ്പോൾ പ്രശ്നം ഉണ്ടാക്കണ്ട എന്ന് പറയുമ്പോൾ വക്കീൽ പറയണ, അല്ല ബാലമാഷിന് ഇപ്പോൾ നാട്ടിലൊരു പേരും മതിപ്പും ഒക്കെ ഉണ്ട്, ഇങ്ങനെ ഒന്ന് ചെയ്തു കഴിഞ്ഞാൽ അത് ബാലമാഷിന് തന്നെയാണ് നാണക്കേട് എന്ന് പറയുമ്പോൾ, എന്ത് നാണക്കേട് വന്നാലും ഇതിൽ കൂടുതലൊന്നും ഈ ബാലമാഷ് ഇനി നാണം കെടാൻ പോകുന്നതില്ല, ഇതിൽ കൂടുതൽ നാണം കെട്ടതിൽ കൂടുതൽ ഇനിയും നാണം കെടാനും പോകുന്നില്ല, അതുകൊണ്ട് ഇത്രയും പെട്ടെന്ന് വക്കീൽ ഞാൻ പറഞ്ഞതുപോലെ കോടതിയിൽ നിന്നും സ്റ്റേ ചെയ്യാനുള്ള മാർഗം നോക്കണം എന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത്. അപ്പോൾ വക്കീൽ പറയണ, ബാലമാഷ് പറഞ്ഞതുപോലെ തന്നെ ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞുകൊണ്ടാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ ഹേമ പിന്നെ നേരെ ചാരുവിൻ്റെ നേരെ അങ്ങ് പൊട്ടിത്തെറിക്കുകയാണ്. വക്കീൽ പോയി കഴിഞ്ഞ ശേഷം, ഇപ്പോൾ നിനക്ക് തൃപ്തിയായില്ലേടി, നീ ഇവിടേക്ക് വന്നു കയറിയ അന്നു മുതൽ തുടങ്ങിയതല്ലേ ഈ പ്രശ്നങ്ങൾ, ഇപ്പോൾ നിനക്ക് ഇതുകൂടി ആയപ്പോൾ നിനക്ക് സമാധാനമായില്ലേ എന്നൊക്കെ ചോദിച്ച് ഹേമ വീണ്ടും ചാരുവിൻ്റെ നേരെ പൊട്ടിത്തെറിക്കുകയാണ്. എൻ്റെ ആഗ്രഹം പോലെ തന്നെ നീ ഓരോന്നോരോന്നായിട്ട് ഇല്ലാതാക്കുകയല്ലേ ചെയ്യുന്നത്, എന്നാൽ ഈ ഹേമ ജീവിച്ചിരിക്കുമ്പോൾ നിന്റെ ഒരു ആഗ്രഹവും നടക്കാൻ പോകുന്നില്ല, അതിന് ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഹേമ ദേഷ്യത്തിൽ അകത്തേക്ക് പോകുന്നത്. അപ്പോൾ ചാരു അങ്ങ് പൊട്ടിക്കരയാണ്. അപ്പോൾ ബാലമാഷ് പറയണേ, വേണ്ട മോളെ, നീ വെറുതെ കരയാനൊന്നും നിൽക്കണ്ട, ഹേമ പറയുന്നതൊന്നും നീ കാര്യമാക്കുകയും വേണ്ട, അവൾക്ക് നാക്കിനെല്ലില്ല എന്ന് കരുതി പലതും അവൾ വിളിച്ചു പറയും, അവളുടെ ഒരു കാര്യവും അവൾ ഉദ്ദേശിക്കുന്നതൊന്നും തന്നെ നടക്കാൻ പോകുന്നില്ല, അവളും അരവിന്ദനും കൂടി എന്നെ തോൽപ്പിക്കാമെന്നാണ് അവർ കരുതിയത്, പക്ഷേ ഈ ബാലമാഷിനെ
തോൽപ്പിക്കാൻ അവരെ കൊണ്ട് കഴിയില്ല എന്നൊക്കെ പറയണേ. അങ്ങനെ ചാരു പറയണ അല്ല ബാലമാമയെ അരവിന്ദേട്ടൻ കൊണ്ടുപോയിക്കോട്ടെ, എന്തിനാണ് സ്റ്റേ ഒക്കെ ചെയ്യാൻ വേണ്ടി നിൽക്കുന്നത്, വക്കീലിനെ വിളിച്ച് പറഞ്ഞേക്ക് അതൊന്നും വേണ്ട എന്നുള്ളത് എന്ന് പറയുമ്പോൾ ചാരു നീ ഇതിലിടപെടണ്ട, എനിക്കറിയാം അങ്ങനെ അവൻ്റെ അമ്മയുടെ താളത്തിന് തുള്ളിയിട്ട് എല്ലാം വിട്ടുകൊടുത്ത് അതെല്ലാം നശിപ്പിക്കാനൊന്നും ഞാൻ സമ്മതിക്കില്ല എന്ന് പറയണ. അങ്ങനെ ചാരുവിനെ അശ്വതി അകത്തേക്ക് കൊണ്ടുപോവാണ്. നീ ഇങ്ങനെ വിഷമിക്കല്ലേ എന്നൊക്കെ പറഞ്ഞിട്ടോ ഈ അവസരത്തിൽ ആരും കാണാതെ ഹേമ അരവിന്ദൻ്റെ ഫോണിലേക്ക് വിളിക്കുകയാണ്. എന്നിട്ട് പറയണേ നീ എന്ത് പൊട്ടത്തരമാണ് അരവിന്ദ നീ കാണിച്ചത്, എന്താ അമ്മേ എന്താണിപ്പോൾ പെട്ടെന്നൊരു വിളി എന്നൊക്കെ ചോദിക്കുമ്പോൾ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ആ പ്രശ്നമുണ്ടല്ലോ, നീ തന്നെയല്ലേ പ്രശ്നമുണ്ടാക്കിയത്, ഞാനെന്ത് ചെയ്തു അമ്മേ, നീ എന്തിനാണ് ഇപ്പോൾ പെട്ടെന്ന് തന്നെ ഒരു ബ്രോക്കറെയൊക്കെ പറഞ്ഞു വിട്ടത്, നീ ആ സ്ഥലം വിൽക്കാൻ അതല്ലേ പാക കുഴപ്പമായത്, അത് അമ്മ കൂടി അറിഞ്ഞിട്ട് തന്നെയല്ലേ, അമ്മ തന്നെയല്ലേ പറഞ്ഞത് അത് എത്രയും പെട്ടെന്ന് നമുക്ക് വിൽക്കാമെന്ന്, അതൊക്കെ ശരി തന്നെയാണ്, പക്ഷേ നീ ഇത്ര പെട്ടെന്ന് തന്നെ ആ ബ്രോക്കറെ വിടേണ്ടതില്ലായിരുന്നു, നിൻ്റെ അച്ഛൻ്റെ മുന്നിലേക്കാണ് അയാൾ വന്ന് ചാടിയത് തന്നെ, അതോടുകൂടി നിൻ്റെ അച്ഛൻ നിനക്ക് എഴുതി തന്ന സ്ഥലമെല്ലാം തന്നെ നിനക്കിനി തൊടാൻ പോലും കഴിയാത്ത രീതിയിൽ സ്റ്റേ ചെയ്യുകയാണ്, കോടതിയിൽ നിന്നും സ്റ്റേ വാങ്ങാനാണ് നിൻ്റെ അച്ഛൻ വക്കീലിനെ ഏൽപ്പിച്ചിട്ടുള്ളത്, ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്ന് ചോദിക്കുമ്പോൾ അരവിന്ദൻ അങ്ങ് ഞെട്ടിപ്പോണം. അയ്യോ അച്ഛൻ അങ്ങനെ ഒരു ചതി ചെയ്തോ, അതുകൊണ്ടല്ലേ നീ എടുത്തു ചാടിയത് കൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ ഉണ്ടായത്, ഏതായാലും നീ ഒന്ന് ക്ഷമിക്ക്, ഞാൻ എന്തെങ്കിലും ഒരു മാർഗമുണ്ടോ എന്ന് നോക്കട്ടെ, ആദ്യം ചെയ്യേണ്ടത് ചാരുവിനെ ഈ വീട്ടിൽ നിന്നും പുറത്താക്കണം, ചാരുവിനെ ഇവിടെ നിന്നും ഓടിക്കണം, അതിനുള്ള വഴിയാണ് ഞാനും നീയും കൂടി ഇനി ചെയ്യേണ്ടത്, അതിനുള്ള മാർഗമാണ് നമ്മൾ ഇനി കണ്ടെത്തേണ്ടത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഫോൺ വെക്കുന്നത്. പിന്നീട് ആകാശിൻ്റെ ഓഫീസിലേക്ക് ഇഡബ്ല്യുയുടെ ഓഫീസറായി പുതിയ ആൾ വരികയാണ്. അങ്ങനെ എല്ലാവരും കൂടി ആ ഓഫീസറെ വരവേൽക്കുകയാണ് കേട്ടോ, ബൊക്കെയൊക്കെ കൊടുത്ത് നല്ല സന്തോഷത്തോടു കൂടി ഓഫീസിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യാണ്. അങ്ങനെ അപ്പോഴത്തേക്കും ആകാശ് അവിടേക്ക് വരികയാണ്. അപ്പോൾ അവിടുത്തെ സ്റ്റാഫ് ചോദിക്കുകയാണ് ആകാശിനോട്, അല്ല ആകാശ് സാർ എവിടെയായിരുന്നു, നല്ല ലേറ്റ് ആയല്ലോ എന്ന് പറയുമ്പോൾ ഞാൻ കുറച്ച് കണക്കെടുക്കാൻ വേണ്ടി പുറത്തു പോയതാണ്, എന്താണിപ്പോൾ ഇവിടെ എല്ലാവരും കൂടി നിൽക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ പുതിയ ഓഫീസർ വന്നിട്ടുണ്ട്, അതാണ് എല്ലാവരും സ്വീകരിക്കുന്നത്, നല്ല സ്വഭാവമുള്ളവരാണെന്ന് തോന്നുന്നു, അതെയോ ഏതാണ് സാറിൻ്റെ പേരെന്താന്നൊക്കെ ചോദിക്കുമ്പോൾ സാറല്ല ഒരു ലേഡിയാണ് ഓഫീസറായിട്ട് ജോയിൻ ചെയ്തിട്ടുള്ളത് എന്ന് പറയട്ടോ. അങ്ങനെ സാർ ഏതായാലും ഇനിയിപ്പോൾ അവരെ പരിചയപ്പെടാൻ വേണ്ടി പോകുമ്പോൾ വെറുതെ പോകണ്ട, ഒരു ബൊക്കെ കൊടുത്ത് സ്വീകരിച്ചേക്ക് എന്ന് പറഞ്ഞ് ഒരു ബൊക്കെ എടുത്തു കൊടുക്കുകയാണ്. അങ്ങനെ ഓരോരുത്തരായിട്ട് ഓഫീസറുടെ റൂമിലേക്ക് ചെന്ന് സ്വയം പരിചയപ്പെടുത്തി കൊടുത്ത് ഓരോരുത്തരും ഓഫീസർക്ക് ബൊക്കെയൊക്കെ കൊടുത്ത ശേഷമാണ് അവിടെ നിന്ന് പോകുന്നത്. അങ്ങനെ പിന്നെ അവസാനം ആകാശാണ് ഓഫീസറുടെ റൂമിലേക്ക് ചെല്ലുന്നത്. അങ്ങനെ ഈ ബൊക്കെ കൊടുത്തതോടു കൂടി ആകാശ് അങ്ങ് ഞെട്ടിപ്പോവാട്ടോ, ആളെ കണ്ട് ഓഫീസറെ കണ്ട് അങ്ങ് ഞെട്ടിപ്പോവാണ്. അപ്പോൾ ശ്രേയാണ് ഓഫീസറായി എത്തിയിട്ടുള്ളത്, അതോടുകൂടി ആകാശ് തന്നെ അങ്ങ് ഞെട്ടിപ്പോവാണ്. ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരാളെ കണ്ടതോടുകൂടി ഓഫീസറായി ചാർജ് എടുത്തിരിക്കുന്നത് ശ്രേയാണെന്ന് കണ്ടപ്പോൾ ആകാശ് തന്നെ അതിശയിച്ചു പോവാണ്. അങ്ങനെ ആകാശ് ശ്രേയ കൺഗ്രാറ്റ്സ് എന്ന് പറഞ്ഞുകൊണ്ട് ബൊക്കെ കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് വാങ്ങാൻ പോലും ശ്രേയ കൂട്ടാക്കുന്നില്ല. അപ്പോൾ ആ ടേബിളിൽ വെച്ച് കൊടുക്കുകയാണ് ആകാശ്. അങ്ങനെ ആകാശ് വെൽക്കം മാഡം എന്ന് പറഞ്ഞുകൊണ്ടാണ് കേട്ടോ തിരിച്ചു പോകുന്നത്. അങ്ങനെ ആകാശ് തിരിച്ചു കുറച്ചു നേരം പോയപ്പോഴത്തേക്കും ആകാശ് കാണുക തന്നെ ആ ബൊക്കെ എടുത്ത് വലിച്ചെറിയുകയാണ്. അപ്പോൾ ആകാശ് തിരിഞ്ഞു നോക്കുന്ന സമയത്ത് ആ ബൊക്കെ നിലത്ത് വേസ്റ്റിലേക്ക് ഇട്ടതാണ് കാണുന്നത്. അപ്പോൾ ആകാശിന് കാര്യം മനസ്സിലാവാണ്, ശ്രേയയ്ക്ക് അത്രമാത്രം അധികം ദേഷ്യത്തോട് കൂടിയിട്ടാണ് ഇവിടേക്ക് ചാർജ് എടുക്കാൻ വന്നിട്ടുള്ളത് എന്നുള്ളത് മനസ്സിലാവട്ടോ. അപ്പോൾ ആകാശ് ഒന്നും മിണ്ടാതെ നേരെ ആകാശിൻ്റെ ക്യാബിനിലേക്ക് പോയി അവിടെ പോയിരിക്കുകയാണ്. എന്നിട്ട് ശ്രേയയെക്കുറിച്ച് തന്നെ ഓർക്കുകയാണ്, നല്ല ദേഷ്യത്തിലാണ്, ശ്രേയയെ കണ്ട് എങ്ങനെ സംസാരിക്കും എന്നുള്ള ആ ഒരു ഇതിൽ കേട്ടോ. അപ്പോൾ ശ്രേയ ആണെങ്കിലോ ആകാശ് ഇട്ടുകൊടുത്ത ആ മോതിരം നോക്കുകയാണ്. എന്നിട്ട് ദേഷ്യത്തിലാണ് കേട്ടോ ആ മോതിരം നോക്കിയിട്ട് ഇങ്ങനെ ദേഷ്യത്തിൽ കൈയൊക്കെ മോതിരം എടുത്ത് വലിച്ചെറിയാനുള്ള ദേഷ്യത്തോട് കൂടിയിട്ടാണ് കയ്യിലേക്ക് ആ മോതിരത്തിലേക്ക് നോക്കുന്നത്. പക്ഷേ ശ്രേയ തൽക്കാലം ആ മോതിരം വലിച്ചെറിയാതെ ദേഷ്യത്തിൽ കടിച്ചമർത്തിയിട്ടാണ് ആകാശിനോടുള്ള ആ ഒരു പിണക്കം കടിച്ചമർത്തിയിട്ടിരിക്കുകയാണ്.